എൻ്റെ 10ാം ക്ലാസ് മാറ്റിയിട്ട് ഇവർ ഹെഡ് മാസ്റ്റർ റൂമാക്കിയിട്ടുണ്ട്. സംഭവം ഗൈസ് മരം കണ്ട അല്ല മരത്തിൻ്റെ ഇത് കണ്ടത് എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ പറഞ്ഞ മരമല്ലേ നമ്മളെ ഗ്രൗണ്ടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ അടിഭാഗം അവനെ തോന്നുന്നു കേട്ടോ ചാൻസ്. കാരണം അത്രയും വലുപ്പം ഉണ്ടായിരുന്ന മരം. ഓക്കെ എന്താ സാധനം, ഒരാന കയറിയാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മാതിരി സാധനം അല്ലേ. മിക്കവാറും ചാൻസ് അതന്നെ അവൻ. നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ് കൽപ്പഞ്ചേരി സ്കൂൾ കേട്ടോ. ഗ്രൗണ്ടൊക്കെ മൊത്തം മാറിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഇന്ത്യയൊക്കെ ഒരു +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയത്തിന് ശേഷം ഞാനിപ്പോൾ കൽപ്പഞ്ചേരി എത്തുന്നത്. ഞാൻ 5ാം ക്ലാസ് മുതൽ പഠിച്ച് +1 +2 VHSC പിന്നെ ഹൈസ്കൂൾ 5 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കൽപ്പഞ്ചേരി സ്കൂൾ. ഒരുപാട് പേർക്ക് അറിഞ്ഞായിരിക്കും. നമ്മുടെ സ്കൂളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പോയപ്പോൾ കയറിയതാണ്. ഞാൻ മുമ്പ് ഒരു 4 വർഷം മുമ്പ് വന്നിട്ട് ഇതേപോലെ ഒരു വ്ലോഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മൊത്തം മാറി. ജാബർ എത്ര ഇയറിൽ പഠിച്ചിറങ്ങിയെന്ന് എനിക്കറിയില്ല. ഏകദേശം ഇന്നക്കായി ഒരു 2 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയാവും. പിന്നെ ക്യാമറ എടുക്കുന്നത് ബാലു, നമ്മൾ VHSC ബ്ലോക്ക് കേട്ടോ. ഞാൻ +1 +2 ഇവിടെ ECT എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തോന്നുന്നത് ആ കോഴ്സ് അടിച്ച് ഇറങ്ങിയത് നമ്മളെ ഹെഡ് ഓഫീസ്. എന്താണ് ഹെഡ് ഓഫീസ് അല്ല എന്താ പറയുന്നത്? ഓഫീസ് എന്ന് പറയാം. നമ്മൾ VHSC ബ്ലോക്ക് കേട്ടോ. ഇവിടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ നേരെ മേലെ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്ന സംഭവം വന്നിട്ടില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു സംഭവം. പഠിക്കുന്ന സമയത്ത് സത്യത്തിൽ പഠിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിക്കാത്തൊരു വലിയ നിരാശയൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പോയതിന് ശേഷം വന്നതാണ്. ഈ ഒരു സംഭവമൊന്നും ഞാനുള്ള സമയത്തില്ലത് പുതിയ വന്ന ഒരു ബ്ലോക്കാണ്. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗത്ത് അവിടെ ഒരു റെഡ് കളർ ഉണ്ടെങ്കിൽ അതൊക്കെ പഴയതാണ്. അതിനോട് യോജിപ്പിച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഒരു ഒറ്റ ലൈനായിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഓടയുന്നുണ്ട്. അവിടെ ഷീറ്റ് ഇട്ടിട്ടായിരുന്നില്ലേ, ഷീറ്റ് ഇട്ടിട്ടായിരുന്നു. അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതായി ഏകദേശം ഒരു 4 വർഷത്തിനടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് പുതിയ വന്നിട്ട് കേട്ടോ. നമ്മുടെ ബ്ലോക്ക് ഇതിൻ്റെ മുകളിലായിരുന്നു 2ാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഏകദേശം ആ തലക്കത്തെ ക്ലാസ്സിലാണ് ഞാൻ +1 +2 ഇവിടെ കഴിഞ്ഞത്. +1 +2 കഴിഞ്ഞിട്ട് 6 വർഷമോ 8 വർഷമോ എന്തോ ആയിട്ടുണ്ട്. ഇവ 5 മുതൽ 10 വരെ എത്ര ഇയറാന്ന് ഓർമ്മണെങ്കിൽ കഴിഞ്ഞത്? ഞാൻ 2019 അവസാനമായിട്ട് ഇറങ്ങിയത് ഇവിടുന്ന്. ഫസ്റ്റ് ഈ ഒരു സ്കൂളിൽ നമ്മുടെ കൽപ്പഞ്ചേരി സ്കൂളിൽ കയറിയ സമയത്ത് 5ാം ക്ലാസ് ബ്ലോക്ക് വന്നിട്ടുള്ള ഇവിടെ അല്ല, ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് ഉണ്ടായിരുന്നു. അതും ഈ ഫസ്റ്റത്തെ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് 5A അങ്ങനെ എന്തോ ആണ് ഞാൻ ഫസ്റ്റ് കയറിയത്. ഇത് ഇവിടെ 7 അടപ്പോൾ 7B എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് 5ാം ക്ലാസ് ആയിരുന്നു ഈ തലക്കത്തെ ക്ലാസ്സും. ഗ്രൗണ്ടൊക്കെ മൊത്തം പോയിട്ടുണ്ടല്ലോ. ഗ്രൗണ്ട് എന്തൊരു കോലം. ആ തലക്കൊക്കെ നമ്മളെ കല്ല് വെട്ടി പോലെയൊക്കെ എടുക്കുന്നില്ലേ, അവിടെ നമ്മളെ PT റൂം. പിന്നെ നല്ലൊരു മരം ഉണ്ടായിരുന്നു. എന്താണ് ആ സാധനം, ഒരു മഞ്ഞ പൂവൊക്കെ വന്ന് കണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര തണൽ കണിക്കൊന്നൊന്നല്ല, നല്ല തണലുണ്ടായിക്കൊണ്ടൊരു മരം ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. നമ്മളെ PT റൂം ഗ്രൗണ്ടൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഇതൊക്കെ എന്തോ കാട്ടിച്ചു, എന്താ സംഭവം അറിയില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും വികസനമോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടാവും. ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാവൽപ്പഴം. ഇത് വീണിട്ട് ചടയായിട്ടുണ്ട്. നമ്മൾ സ്കൂളിലുള്ള സമയത്ത് അന്നുണ്ടോ ഈ മരമൊക്കെ അന്നത്തെ പോലെ ഉണ്ടായിരുന്നു. എറിഞ്ഞ വീഴണം. അതവിടെയൊക്കെ അത് സാധനം ഉണ്ട്. മുകളിലൊക്കെ സാധനം കഴിച്ചിട്ടുണ്ട് കേട്ടോ. എറിഞ്ഞ വീയോ എന്തൊക്കെ അറിയാ വീത്ത് രാമൻകുട്ടി വീണില്ലടാ. എവിടേക്കാട എറിയുന്നേ? എവിടേക്കാ അറിയാം സാധനം കിട്ടിട്ടോ. ഒന്ന് കിട്ടി. അല്ലല്ല ബാലു സാധനം ഒന്ന് കിട്ടി. സാധനം നോക്കെ മൊത്തം കയറാം. നമ്മളെ ഗ്രൗണ്ട് ഇത്രക്കൊന്നും ഹൈറ്റില്ലേ, അതായത് താത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ഒരു പൊട്ടിച്ചിട്ടാ കല്ല് ഇവിടുത്തെ കല്ല് വെട്ടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു മുകളിൽ ആ ഒരു ഹൈറ്റിൽ വരുന്നേ നമുക്ക് ആ കോൺക്രീറ്റ് ഇട്ടിരിക്കണതാ ഒരു ഹൈറ്റിലുണ്ടായി നമ്മൾ ഗ്രൗണ്ട്. ഇത്രയും താത്തി, അപ്പോൾ ഇത്രയും മണ്ണ് പോയി. ഇവിടെ എന്തോ വരുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. കല്ലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. കുറേ മണ്ണ് ഇതിപ്പോൾ ഒന്നിനും പറ്റാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ വരുന്നുണ്ട് തോന്നുന്നു. എടാ നമ്മളെ കഞ്ഞിപ്പുര പോയി. ഇവിടെ നമ്മളെ കഞ്ഞിപ്പുര ഇതിൻ്റെ ബാക്കിലായിട്ടായിരുന്നു കഞ്ഞിപ്പുര ഉണ്ടായിരുന്നു. മെയിൻ സാധനമായിരുന്നല്ലോ അന്നൊക്കെ. അപ്പോൾ അതൊന്നുമില്ല. ഇതെന്താ ക്രിയേറ്റീവ്? ഇത് നമ്മളെ IT റൂമാ. ക്രിയേറ്റീവ് കോർണർ വർക്ക്. അത് ലാബാണ് കേട്ടോ. സയൻസ് ലാബ് എന്തോ ആണ്. കണ്ടപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഗ്രൗണ്ട് പറ്റടിയിൽ എന്തോ കാട്ടി വെച്ചു. എന്താന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ 10ാം ക്ലാസ് ഇവിടെ ആയിരുന്നു. ബാലുവോ
എടാ എൻ്റെ 10ാം ക്ലാസ് IT ലാബ് ഇതാ. അപ്പോൾ അവിടെ എന്തോ ലാബുണ്ട്, സയൻസ് ലാബാണോ എന്തോ? എൻ്റെ 10ാം ക്ലാസ് ഉണ്ടായിരുന്നു അവിടെയാണ്, നമ്മളെ ഹൈസ്കൂളിൻ്റെ PTA റൂം അതൊക്കെ അവിടെയാണ്. പിന്നെ എൻ്റെ ക്ലാസ് അവിടെ ആയിരുന്നു. ഇത് നമുക്ക് എന്താണ് അരിയൊക്കെ തന്നിരുന്ന സ്ഥലം, ലാബും നമുക്ക് അരി, മുട്ട, പഴം ഒക്കെ കിട്ടിയിരുന്ന സംഭവമാണ്. ഇതുള്ളത് ഇത് വരെ ഫ്രണ്ട് ഏരിയ അല്ലേ, ലാബിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. കഞ്ഞിപ്പുര ഇതിൻ്റെ സൈഡിൽ കൂടിയാ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ കഞ്ഞിപ്പുരയൊക്കെ പഴയതൊക്കെ പോയടപ്പോ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിപ്പുരയിലേക്കൊരു നടത്തം, പക്ഷെ കഞ്ഞിപ്പുര അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. കഞ്ഞിപ്പുര തന്നെ അപ്പോൾ തന്നെ ഓക്കെ. ക്ലാസ്സൊക്കെ എന്താലേ, പക്ഷെ കുറേ മാറിയിരിക്കണ്, ഇങ്ങനെയൊന്നല്ലായിരുന്നു. എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ ഈ ഫസ്റ്റത്തെ ക്ലാസ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അതായത് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ തന്നെ ഈ പൈപ്പൊക്കെ സംഭവം ഒന്നും ഉണ്ടായിരുന്നു, നമുക്ക് കൈ വെക്കാനൊക്കെ കഴിയുന്നു. ഇവിടെ എന്തെങ്കിലും അടിപിടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം പിടിച്ചുകൊണ്ടിരാനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു ടീച്ചേഴ്സൊക്കെ ഇരുന്നിരുന്നത്. ഇവിടെ 9ാം ക്ലാസ് അല്ലേ, അല്ല 9 അല്ല 10 തന്നെ, 10ാം ക്ലാസ് തന്നെയാണ് ഇവിടെ. ഈ ഒരു സംഭവം ഇല്ലേ, ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മെസ്സേജാണ്. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ സെയിം മെസ്സേജാണ്. ഇത് പറഞ്ഞിട്ടുള്ള ആളാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഗാന്ധിജി. സംഭവം ഒന്ന് വായിച്ചു നോക്കിട്ടോ, ഏറ്റവും നല്ലൊരു മെസ്സേജാണ്. ഏതാണെങ്കിൽ അന്ന് കുറേ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ട് എന്നാണ് നമ്മളെ സന്തോഷം. പോയതിൻ്റെ ശേഷമാണ് ഈ സ്കൂൾ ബസ്സൊക്കെ വന്നിട്ടോ. ഏതാണെങ്കിൽ സന്തോഷമുണ്ട്. നമ്മളെ കൽപ്പഞ്ചി സ്കൂളിൽ കവാടമൊക്കെ മാറി, പുതിയ കവാടം കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ ലാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുട്ടോ. VHSൻ്റെ ഇവിടെ വരുന്നത് ഹയർ സെക്കൻഡറി, അതായത് HSC വരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. പുതിയ ഓഡിറ്റോറിയം കേട്ടോ. ഇവിടെയാണ് ഇപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് +2 പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാണിത്. ഞാനൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയ കേട്ടോ. ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാടായി നമ്മൾ സ്കൂളിൽ വന്നിട്ട്. നമ്മൾ പഠിച്ച വിദ്യാലയത്തിലൊക്കെ നമ്മൾ ഒരു 10 വർഷമോ, ഇപ്പോൾ ഞാൻ 10 വർഷം കഴിഞ്ഞ് ഒരു 20 വർഷം കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗ്യാങ്ങൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി വന്നിട്ട് ചുമ്മാ അവിടെ വേണ്ടി ഇരുന്നിട്ട് ജസ്റ്റ് കാണാം. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നല്ലൊരു മെസ്സേജ് തരാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം എൻജോയ് കേട്ടോ. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്നും കൂടി എൻ്റെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ എനിക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു പണിൻ്റെ തിരക്കിലും ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഒരു കുടുംബജീവിതമായി, പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലിയായി. നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്തോളി. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റായിരുന്നു, ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ പഠിക്കാൻ വയ്യ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു 5-10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യും. സത്യമായിട്ട് ഞാൻ അനുഭവിച്ചിട്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ കൂടി +1, +2, 10 അല്ലെങ്കിൽ എൻ്റെ 5ാം ക്ലാസ് ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുന്നു കേട്ടോ. മാക്സിമം എൻജോയ് ചെയ്തോളി മക്കളെ, നിങ്ങളാണ് ഏറ്റവും സന്തോഷന്മാർ. അപ്പോൾ ഒരുപാട് പേര് കൽപ്പഞ്ചേരി സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എല്ലാവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ.